ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപ്തീസ് വേൾഡ് ഓഫ് കുക്കിംഗ്. ഇന്ന് നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ. ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓറഞ്ച്, ആപ്പിൾ, പിന്നെ മാംഗോ ജ്യൂസൊക്കെ ആയിരിക്കും വരുന്നത്. എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായൊരു ജ്യൂസാണ്. ഫ്രൂട്ടും വെജിറ്റബിളും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ജ്യൂസ് ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു സെലറി, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 1 എടുത്താൽ മതി. ക്യാരറ്റിലാണെങ്കിൽ വൈറ്റമിൻ എ, ബി, സി, അയൺ, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ആകട്ടെ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പിന്നെ സെലറി ആണെങ്കിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ലീഫി വെജിറ്റബിളാണ്. ഇതൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ ജ്യൂസാണ് വളരെ ഹെൽത്തിയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ക്യാരറ്റും സെലറിയും പിന്നെ ആപ്പിളും ചെറുതായി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ജാറിലേക്ക് ഓരോന്നായി ഇട്ട് അരച്ച് കൊണ്ടുവരാം. ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണം. കാരണം വെള്ളം ചേർക്കാതെ അരച്ചാൽ മാത്രമേ ഇത് നന്നായി അരഞ്ഞു കിട്ടത്തുള്ളൂ. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പിന്നെ ഇത് അരിച്ചെടുക്കാൻ പാടില്ല. അരിച്ചെടുത്താൽ പിന്നെ ഇതിൻ്റെ ഗുണമൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് അരിച്ചെടുക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹെൽത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാരറ്റും ആപ്പിളും ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരമുണ്ട് ഈ ജ്യൂസിന്. ഇത് വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ പറ്റിയ ഉത്തമമായൊരു ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്